നമസ്കാരം. എൻ്റെ ഒരു വിജയകഥയിലേക്ക്, അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൂന്നാമത്തെ വാഹനം ഇന്ന് നമ്മൾ ബുക്ക് ചെയ്യുകയാണ്. ആദ്യമായിട്ടായിരിക്കും ഞാൻ ആഗ്രഹിച്ച വാഹനം ബുക്ക് ചെയ്യുന്നത്. അതായത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, സഫാരി എന്ന് പറയുന്നത് എന്നിലേക്ക് വന്നതാണ്. 7 സീറ്റർ വേണമെന്നായിരുന്നു, പക്ഷേ ഹെക്സ കിട്ടിയില്ല, ഹെക്സ ഇല്ലായിരുന്നു. അപ്പോൾ അതിന് പിന്നൊരു ഓൾട്ടർനേറ്റീവായിട്ട് വന്നത് സഫാരി ആയിരുന്നു. അപ്പോൾ സഫാരി നമ്മളത് ബുക്ക് ചെയ്തു, വാങ്ങി, കൂടെയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അച്ഛനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പഞ്ച് ബുക്ക് ചെയ്തു. അപ്പം ഈ രണ്ട് വാഹനങ്ങളും ആക്ച്വലി പഞ്ച് ഒക്കെ ഒരു അച്ഛന് കൊണ്ട് നടക്കാൻ എളുപ്പത്തിന് എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ പഞ്ച് ബുക്ക് ചെയ്തത്. ആ പഞ്ചൊന്നും ഈ പറഞ്ഞ എൻ്റെ ഒരു ഡ്രീം ലിസ്റ്റിലുള്ള വണ്ടിയൊന്നുമല്ല. അപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ ഡ്രീം ലിസ്റ്റിലുള്ള വണ്ടി വാങ്ങുന്നത്. അത് മഹീന്ദ്ര ഥാറാണ്. അത് ഇറങ്ങിയ കാലം തൊട്ട് നമ്മുടെ ഒരുപക്ഷെ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ രണ്ട് കൂട്ടർക്ക് കുറച്ച് അട്രാക്ഷൻ തോന്നിയ ഒരു വണ്ടിയായിരിക്കും. അപ്പോൾ ഞാനത് ഇന്ന് ബുക്ക് ചെയ്യുകയാണ്. അപ്പം അച്ഛൻ പന്തളത്തുനിന്ന് വരും. അച്ഛൻ്റെ ആക്ച്വലി ഒരു പ്രോപ്പർ ബുക്കിങ്ങും ഇന്നായിരിക്കും, ഒരു വണ്ടിയുടെ ഒരു പ്രോപ്പർ ബുക്കിങ്ങും ഇന്ന് തന്നെ ആയിരിക്കും. കാരണം ഞങ്ങൾ ആദ്യത്തെ 2 വണ്ടിയുടെ ബുക്കിംഗ് എന്നൊക്കെ പറയുന്നത് സഫാരിയൊക്കെ ഒന്നും നോക്കാതെ ചുമ്മാ ജോലിക്ക് പോകുന്ന വഴിക്ക് ഫോൺ വിളിച്ച് ബുക്ക് ചെയ്യുക. അതേപോലെ പഞ്ചാണേലും ഇവരാരും അറിയാൻ സർപ്രൈസ് കൊടുക്കാനായിരുന്നല്ലോ. അപ്പോൾ അതും എൻ്റെ ഉള്ളിലൊരു പ്രോപ്പർ ബുക്കിങ് ഇല്ലായിരുന്നു. അപ്പം ഇത് പക്ഷെ വളരെ ഗംഭീരം, നല്ലൊരു പ്രോപ്പർ ബുക്കിംഗ് രീതിയിൽ. അത് എനിക്ക് അച്ഛനെ കൊണ്ട് തന്നെ ചെയ്യിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം അച്ഛനിപ്പോൾ പന്തളത്തുനിന്ന് വരും. അത് ഇന്നിപ്പോൾ സാധ്യമാകുന്നു. ഓക്കെ, അപ്പോൾ ആ വീഡിയോയിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്, കാണുക. കളഭമാടുന്ന നേരം ആ പരിമളം മന്ദമെൻ ഹൃദയം തഴുകി അഴകേ. സമയമേ നീ ഒഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു തരൂ. നിറയുക സിരകളിൽ അനുപമ. പറയൂ അച്ഛൻ്റെ ഫീലിങ്സ് പറയാം. ഫീലിങ്സോ? എന്താ ഫീലിങ്സ്? എന്ത് തോന്നുന്നു ഇപ്പോഴും പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. വണ്ടി കാണുന്നില്ല വണ്ടി എടുക്കുന്ന കാര്യം നല്ല കാര്യം തന്നെ. ഇതുവരെയുള്ള ഒരു മാറ്റം അച്ഛനെന്ന് തോന്നുന്നു. എത്ര നാൾ തൊട്ടുള്ള മാറ്റം? ഒരു 3-4 വർഷം. സാമ്പത്തികമായിട്ട് ഇപ്പം ഒരു നല്ല രീതിയിൽ പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. പിന്നെന്താ, പിന്നെ ഏത് കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഓക്കെയാ ഇപ്പം. അല്ല ഒന്നിനും ഒരു കുറവുമില്ലല്ലോ. എന്താ വിഷയം, വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നുണ്ട്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ അടുത്തത് എൻ്റെ അനിയത്തിയുടെ ഒരു കാര്യമാണ്. അത് അടുത്ത മാസം ഒരു സക്സസ് സ്റ്റോറി നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കരിയറാണ് ഇപ്പം പ്രയോറിറ്റി നിൽക്കുന്നത്. ഈ വർഷം 2 കാര്യങ്ങളാണ് നടത്താനുണ്ട്. ആഗ്രഹിക്കുക, ഈശ്വരൻ തരുവാണ്, കേട്ട് തരും. അത്രേ ഉള്ളൂ. യെസ്, അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ കാറ് ഓൺ ദ വേ ആയി. ബുക്ക് ചെയ്തു. അച്ഛൻ വീഡിയോ സംസാരിക്കാൻ ഞാൻ സ്വപ്നം വിചാരിച്ചു, പക്ഷെ അച്ഛൻ എന്തൊക്കെയോ സംസാരിച്ചു. അച്ഛന് പൊതുവെ അങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കാൻ അത്ര താല്പര്യമുള്ള വ്യക്തിയൊന്നുമല്ല. എന്നാലും അച്ഛൻ 2 വാക്ക് സംസാരിച്ചാൽ എനിക്ക് സന്തോഷം. താങ്ക് യു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ വണ്ടി കിട്ടാൻ നമുക്ക് ഏകദേശം 43 മുതൽ 45 ആഴ്ച വരെയാണ് അവർ പറയുന്ന സമയം. പക്ഷെ അതിനിടയ്ക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു കൺസേൺ ആണ്. ഈ താറിൻ്റെ തന്നെ 5 ഡോർ വരുന്നുണ്ട്. അപ്പോൾ 5 ഡോർ ഇപ്പം മിക്കവാറും ഒരു ജൂലൈ ആകുമ്പോൾ ഇറങ്ങും. അപ്പോൾ അത് ഇച്ചിരി അപ്ഡേറ്റഡ് വണ്ടിയാണ്. അപ്പോൾ അത് കഴിയുമ്പം ഇവരിപ്പം നിലവിലുള്ള എക്സിസ്റ്റിംഗ് താറ് 3 ഡോറിൽ
എക്സിസ്റ്റിംഗ് കാറിൽ അവരെന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരുത്തും. അപ്പോൾ ആ അപ്ഡേഷൻ എപ്പോഴാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു കണക്ക് പ്രകാരം മിക്കവാറും ജനുവരി ഫസ്റ്റ് വീക്കിലേക്ക് അവരുടെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ വരും. ഞാൻ പറഞ്ഞേക്കുന്നത് എനിക്ക് ആ അപ്ഡേറ്റഡ് വണ്ടി വന്നാൽ മതി എന്ന്. കാരണം എന്തായാലും 10 മാസത്തെ കാലയളവുണ്ട്. അപ്പോൾ വരുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പുതിയ വണ്ടി കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് സംഭവിച്ചു. ദൈവാനുഗ്രഹം വേറൊന്നുമില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം നടത്തി തരുന്നു. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷമായില്ലേ. അപ്പോൾ എൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ മാറ്റങ്ങളും നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. സോ ലോ ഓഫ് അട്രാക്ഷൻ ഒരു മോട്ടിവേഷൻ ക്ലാസ് മാത്രം അല്ല, മോട്ടിവേഷൻ അപ്പുറത്തേക്ക് എൻ്റെ ഒരു ഐഡിയോളജി എന്താണ് ആ ഡെവലപ്മെന്റ് എന്നുള്ളത് കാണിക്കുകയും വേണം. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് സത്യമാണെന്ന് തോന്നിക്കുള്ളൂ. സോ അതുതന്നെയാണ് ഞാൻ എൻ്റെ ലൈഫോടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് താറ് വരാൻ എനിക്ക് ഏകദേശം ഒരു 9 മാസമുണ്ട്. ആ 9 മാസത്തിനുള്ളിൽ നമുക്ക് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടക്കാനുണ്ട്. അച്ഛൻ കല്യാണമൊന്നുമല്ല, കല്യാണം ഞാൻ അത് കഴിഞ്ഞിട്ട് മതി എന്ന് വിചാരിച്ചിട്ടാണ്. അച്ഛന് താല്പര്യമുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇത് കഴിഞ്ഞിട്ട് മതി എന്നുള്ളൊരു കാര്യമുണ്ട്. അത് കഴിയുമ്പോൾ ഞാൻ പിന്നെ ഫ്രീ ആവും, എല്ലാ രീതിയിലും ഞാൻ ഫ്രീ ആവും. പിന്നെ ഒരു പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് വരും ദിവസം മിക്കവാറും ഒരു സെപ്റ്റംബർ ഒക്ടോബർ കാലഘട്ടത്തിലേക്ക് അത് നിങ്ങളെ അറിയിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവുക. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതിൻ്റെ പോസിബിലിറ്റി എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ, എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അവരെ ഞാൻ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ആഗ്രഹങ്ങൾ നേടി തന്നെ പോകുമ്പോഴേ ഉള്ളൂ ജീവിതത്തിൽ രസം ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ നമ്മൾ തത്വങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഈ ഫിസിക്കൽ വേൾഡ് എക്സ്പ്ലോർ ചെയ്യുക മാക്സിമം. അത് നിങ്ങളുടെ സ്പിരിച്വൽ വേൾഡിനെ മനസ്സിലാക്കിയാകണം എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സോ ഞാൻ വീടെത്തി, ബാക്ക് ടു വർക്ക്, ജോലിയുണ്ട്. സോ ബൈ.